എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തേർഡ് ചാപ്റ്ററായ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ എന്ന പോർഷനായിരുന്നു, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസസ് എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് UPSC-യെക്കുറിച്ചും PSC-യെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്, അതായത് ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങളെയാണ് പിന്നെ നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഗവേണൻസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗവേണൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഗവേണൻസ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ആ ക്ലാസ് കാണുക. കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് നവീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ രണ്ടാമത്തെ പരിഷ്കാരമായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് അറിയാനുള്ള അവകാശം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷനെ പറ്റി ഇവിടെ പറയുന്നതെന്ന്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ലെറ്റർ പരിചയപ്പെട്ടിരുന്നു. ഫസ്റ്റ് ഒരു ലെറ്ററാണ് പരിചയപ്പെട്ടത്, അതായത് 10 രൂപയുടെ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിട്ട് സുരേഷ് കുമാർ, അനശ്വര, വഴുതക്കാട്, തിരുവനന്തപുരം എന്ന് പറയുന്ന വ്യക്തി ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അവിടുത്തെ സ്കൂളിലെ ലൈബ്രറിയിലെ വിവരങ്ങൾ ചോദിച്ചു കൊണ്ടിട്ടുള്ള ഒരു അപേക്ഷയാണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടത്. അതിനെ സംബന്ധിക്കുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ. അതിനോടനുബന്ധിച്ച് ആ ഒരു അപേക്ഷയ്ക്ക് റിപ്ലൈ കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത്. നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷനെ പറ്റി പറഞ്ഞത്, അതായത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005-ലാണ്. അതായത് ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമുക്ക് ആരായാൻ പറ്റും. ഇതിനെല്ലാം അവസരമൊരുക്കിയത് 2005-ലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റാണ്. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ അപേക്ഷയ്ക്ക് ഉള്ള മറുപടിയാണ് ഇവിടെ വരുന്നത്. ആ ആപ്ലിക്കേഷനുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ആദ്യം ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കൂളിൽ ഒരു ലൈബ്രറി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തന സമയം എങ്ങനെയാണ്? ഇവിടെ ഫസ്റ്റ് ആൻസറായിട്ട് തന്നെ പറയുന്നു, ഉണ്ട്, യെസ്, 10 AM to 4 PM, 10 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ സ്കൂളിൻ്റെ ലൈബ്രറി ടൈം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ലൈബ്രറിയൻ ഉണ്ടോ? ലൈബ്രറിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളിനെയാണ് ലൈബ്രറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലൈബ്രറിയൻ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ പറയുന്നത് നോ സ്പെഷ്യൽ ലൈബ്രറിയൻ, പ്രത്യേകിച്ച് ഒരു ലൈബ്രറിയൻ ഇല്ല എന്നാണ് ഇവിടെ കൊടുക്കുന്ന ആൻസർ. ഓൺ ടീച്ചർ ഓഫ് ദി സ്കൂൾ ഈസ് ഗിവൺ ചാർജ്, അവരുടെ സ്കൂളിലെ ഒരു ടീച്ചറിനാണ് ആ ലൈബ്രറിയുടെ ചുമതല കൊടുത്തിരിക്കുന്നതെന്നും പറയുന്നു. തേർഡ് ആൻസർ എന്ന് പറയുന്നത്, ആസ് പെർ ദ സ്റ്റോക്ക് രജിസ്റ്റർ ദർ ആർ 6216 ബുക്സ് ഇൻ ദ ലൈബ്രറി. ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈബ്രറിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എത്ര പുസ്തകങ്ങളാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറാണ്, സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം 6216 പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട് എന്ന് ഇവിടെ ആൻസറായി പറയുന്നു. ലാസ്റ്റ് ചോദിച്ചിരുന്നത്, നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ വരുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. ഇവിടെ പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ്, വീക്ക്ലീസ്, മന്ത്ലീസ് എന്നിങ്ങനെയാണ് പറയുന്നത്. ദിനപത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും മാസികകളുമാണ് സ്കൂളിൽ ഉള്ളത് എന്ന്, സ്കൂളിലെ ലൈബ്രറിയിൽ വരുത്തുന്നതെന്നാണ് ഇവിടെ ആൻസറായി പറയുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഇഫ് യു ഹാവ് എനി കംപ്ലൈൻറ്റ് അബൌട്ട് ദ റിപ്ലൈ യു ക്യാൻ അപ്രോച്ച് ദ അപ്പീൽ അതോറിറ്റി വിത്തിൻ 3 days. താങ്കൾക്ക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ
3 ദിവസത്തിനകം അപ്പീൽ അധികാരിക്ക് അപ്പീൽ ഹർജി സമർപ്പിക്കാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. കൂടാതെ അപ്പീൽ അതോറിറ്റിയുടെ അഡ്രസ്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം പറയുന്നത്. അതായത് ഏതൊരു സർക്കാർ ഓഫീസിൽ നിന്നും സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ ആരായാം. അപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണെന്നുള്ളതിനാണ് അപേക്ഷ സമർപ്പിച്ചതും അതിൻ്റെ റിപ്ലൈ ലെറ്ററും നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, the reply to the application you have been at the beginning of the chapter is given above. You can collect information from any government office about its working. People got this opportunity under the Right to Information Act 2005. അതായത് അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് യു ക്യാൻ കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെൻറ് ഓഫീസ് എബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഏതൊരു ഗവൺമെൻറ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമുക്ക് ആരായാൻ പറ്റും. പീപ്പിൾ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ആളുകൾക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടിയത് എങ്ങനെയാണ്? 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് പറയുന്നതെന്ന്. 1 മാർക്കിന് എങ്ങാനും ഒരു പക്ഷേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? പീപ്പിൾ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെൻറ് ഓഫീസ് എബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആളുകൾക്ക് ഒരു അവസരം ലഭിച്ചു. എന്തിനു വേണ്ടി? ഗവൺമെൻറ് ഓഫീസ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് ദ എഫേർട്സ് ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഘം ഓഫ് രാജസ്ഥാൻ ഹാസ് ലെഡ് ടു ദ ലെജിസ്ലേഷൻ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഏത് ലെജിസ്ലേഷൻ ആയിരുന്നു? ദ എഫേർട്സ് ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഓഫ് രാജസ്ഥാൻ ഹാസ് ലെഡ് ടു ദ ലെജിസ്ലേഷൻ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ദ ഇൻ്റർവെൻഷൻസ് ഓഫ് സെവറൽ ഓർഗനൈസേഷൻസ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൾസോ ഹെൽപ് ദ പാസിംഗ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. വിവിധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ദ ഇൻ്റർവെൻഷൻസ് ഓഫ് സെവറൽ ഓർഗനൈസേഷൻസ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൾസോ ഹെൽപ് ദ പാസിംഗ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ദിസ് എൻഷുവേഴ്സ് ദ റൈറ്റ് ഓഫ് ആൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു റിസീവ് ഇൻഫർമേഷൻ. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൈഡിൽ നോട്ട് ചെയ്യുക, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെൻറ്റ് കറപ്ഷൻ, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെൻറ് ട്രാൻസ്പെറൻറ്റ്. കറപ്ഷൻ മീൻസ് അഴിമതിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു.
അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലക്ഷ്യമിടുന്നത് എന്തിനെല്ലാമാണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെൻറ്റ് കറപ്ഷൻ, അഴിമതി ഇല്ലാതാക്കുക, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെൻറ് ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻറ്റ് മീൻസ് സുതാര്യമാക്കുക. അപ്പോൾ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. The citizens will get copies of public documents if they apply for them. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സായി പറയുന്നത്. ഒന്നുകൂടി പറയാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെൻറ്റ് കറപ്ഷൻ, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെൻറ് ട്രാൻസ്പെറൻറ്റ്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി ഈ നിയമം ലക്ഷ്യമിടുന്നു. ദ സിറ്റിസൺസ് വിൽ ഗെറ്റ് കോപ്പീസ് ഓഫ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ഇഫ് ദേ അപ്ലൈ ഫോർ ദം. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ, ഇന്നിപ്പോൾ പറഞ്ഞത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് നോക്കാം, റൈറ്റ് ടു ഇൻഫർമേഷനിൽ വരുന്നതാണ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് വിവരാവകാശ കമ്മീഷൻ. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പറയുന്നതെന്ന്. To perform the functions under the Right to Information Act, information commissions are constituted at the national and state levels. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ടു പെർഫോം ദ ഫങ്ഷൻസ് അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. There will be a chief information commissioner and not more than 10 members in the information commission. ഇവിടെ ആരൊക്കെയുണ്ട്? മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. There will be a chief information commissioner and not more than 10 members in the information commission. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഇതാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. If the authorities do not give or refuse to give the information or give wrong and unsatisfactory replies, one can approach the Information Commission and can file an appeal. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യമായ സമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇഫ് ദ അതോറിറ്റീസ് ഡു നോട്ട് ഗീവ് ഓർ റെഫ്യൂസ് ടു ഗീവ് ദ ഇൻഫർമേഷൻ ഓർ ഗേവ് റോങ് ആൻഡ് അൺസാറ്റിസ്ഫാക്ടറി റിപ്ലൈസ്, ഓൺ ക്യാൻ അപ്രോച്ച് ദ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് ക്യാൻ ഫയൽ ആൻ അപ്പീൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാൻ പറ്റുന്നതാണ്. If the commission is convinced, a fine of ₹250 per day can be imposed on the employee concerned till the information is given. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ, ഇങ്ങനെ തെറ്റായ വിവരങ്ങളോ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി റിപ്ലൈസ്, ഇങ്ങനെയുള്ള തൃപ്തികരമല്ലാത്ത മറുപടിയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ ₹250 വീതം പിഴശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരവും ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. If the authorities do not give or refuse to give the information or give wrong and unsatisfactory replies, one can approach the Information Commission and can file an appeal.
നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യമായ സമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. പിന്നെന്താണ് പറയുന്നത്? ഇഫ് ദ കമ്മീഷൻ ഈസ് കൺവിൻസ്ഡ്, ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? എ ഫൈൻ ഓഫ് ₹250 പെർ ഡേ ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ദ എംപ്ലോയി കൺസേൺഡ് ടിൽ ദ ഇൻഫർമേഷൻ ഈസ് ഗിവൺ. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ ₹250 വീതം പിഴശിക്ഷ ചുമത്താൻ ആർക്ക് അധികാരമുണ്ട്? ഇൻഫർമേഷൻ കമ്മീഷന് അധികാരമുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് പറയുന്നതെന്ന്. അടുത്തത് റൈറ്റ് ടു സർവീസ് ആണ്, അതായത് സേവനം അവകാശം. അപ്പോൾ ഭരണ നവീകരണം ആ പോർഷനിൽ നമ്മളിപ്പോൾ പഠിച്ചത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇ ഗവേണൻസ് ആയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചു ഇ ഗവേണൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ അണ്ടറിലാണ് ഇൻഫർമേഷൻ കമ്മീഷൻ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈറ്റ് ടു സർവീസ്, അതായത് സേവനം അവകാശം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സേവനാവകാശ നിയമം പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ. ഒരു നോട്ടീസ് ബോർഡാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ്, 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനന തീയതി തിരുത്തൽ. നോട്ടീസ് ബോർഡിലുള്ള കാര്യങ്ങളാണ്. അത് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ചിട്ടാണ് ആ നോട്ടീസ് ബോർഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഇനി നമുക്ക് നോക്കാം എന്താണ് റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത്. എ ബോർഡ് എക്സിബിറ്റഡ് ഇൻ എ ഗവൺമെൻറ് ഓഫീസ് ഈസ് ഗിവൺ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചു കാണുന്ന ഒരു ബോർഡാണിത്. ഫ്രം ദിസ്, ഇനി നമ്മൾ ആൻസറിലേക്ക് വരികയാണ്. ഇത് പ്രകാരം റൈറ്റ് ടു സർവീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഫ്രം ദിസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ സർവീസസ് ഗിവൺ ഫ്രം ദ ഗവൺമെൻറ് ഓഫീസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ. ഇവിടെ എന്താണ് പറയുന്നത്? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം, അതായത് റൈറ്റ് ടു സർവീസ്. ഒന്നുകൂടി പറയാം, റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ. റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത് ഒരു നിയമമാണ്. വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ. ഇതെന്ത് ചെയ്യുന്നു? ഈ നിയമം ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നു. This law determines the time limit for every service given by a government office. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. This is the law determines the time limit for every services given by a government office. If the deserved service is not given within this time limit, the responsible employee should pay a fine. ഇവിടെ പറയുന്നത് എന്താണ്? അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. As per the Right to Service Act, an officer is appointed in every government office to give guidance and proper help to the applicants. എന്താണ് പറയുന്നത്? സേവനാവകാശ നിയമപ്രകാരം, അതായത് റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടും ഉണ്ടാകും. ആസ് പെർ ദ റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം ആൻ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ എവറി ഗവൺമെൻറ് ഓഫീസ് ടു ഗീവ് ഗൈഡൻസ് ആൻഡ് പ്രോപ്പർ ഹെൽപ്പ് ടു ദ ആപ്ലിക്കൻസ്. അപേക്ഷകന് ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. ഡ്യൂ ടു ദ കണ്ടിന്യൂഡ് ഇൻ്റർവെൻഷൻസ് ഓഫ് ദ സിവിൽ സൊസൈറ്റി, ദ ഗവൺമെൻറ് have also taken some other steps to make administration more efficient. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഭരണ നവീകരണത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇ ഗവേണൻസ് ആണ്, പിന്നെ നമ്മൾ പഠിച്ചത് റൈറ്റ് ടു ഇൻഫർമേഷൻ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് റൈറ്റ് ടു സർവീസ് ആണ്.
ഇത് കൂടാതെ, ഇത്രയും കാര്യങ്ങൾ കൂടാതെ പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റ് ചില നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കാം. ഒന്നുകൂടി ഇത് പറയാം. റൈറ്റ് ടു സർവീസ്. എ ബോർഡ് എക്സിബിറ്റഡ് ഇൻ എ ഗവൺമെൻറ് ഓഫീസ് ഈസ് ഗിവൺ. അത് നോക്കണ്ട. ഇത് തൊട്ട് അടുത്ത സെൻറ്റൻസ് തൊട്ടാണ് ആൻസർ എഴുതേണ്ടത്. ഫ്രം ദിസ് വി ക്യാൻ, അതായത് റൈറ്റ് ടു സർവീസ് പ്രകാരം ഫ്രം ദിസ് വി ക്യാൻ ഐഡൻറ്റിഫൈ, അക്കോർഡിംഗ് ടു റൈറ്റ് ടു സർവീസ് എന്ന് എഴുതുക. എന്നിട്ട് വേണം ആൻസർ എഴുതാൻ. അക്കോർഡിംഗ് ടു റൈറ്റ് ടു സർവീസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ സർവീസസ് ഗിവൺ ഫ്രം ദ ഗവൺമെൻറ് ഓഫീസ്. നമുക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസസ് ടു ദ പീപ്പിൾ. ഈ ആക്ട് പ്രകാരം ജനങ്ങൾക്ക് സേവനങ്ങളാണ് ഉറപ്പുവരുത്തുന്നത്. ദിസ് ലോ ഡിറ്റർമൈൻ ദ ടൈം ലിമിറ്റ് ഫോർ എവരി സർവീസസ് ഗിവൺ ബൈ എ ഗവൺമെൻറ് ഓഫീസ്. കൂടാതെ എന്താണ് പറയുന്നത്? ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഇഫ് ദ ഡിസർവ്ഡ് സർവീസ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ ദിസ് ടൈം ലിമിറ്റ്, ദ റെസ്പോൺസിബിൾ എംപ്ലോയി ഷുഡ് പേ എ ഫൈൻ. ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന സമയത്തിനുള്ളിൽ അത് ലഭിച്ചില്ലെങ്കിൽ ഒരു ഫൈൻ ഈടാക്കാനും അധികാരമുണ്ട്. ആസ് പെർ ദ റൈറ്റ് ടു സർവീസ് ആക്ട്, ആൻ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ എവരി ഗവൺമെൻറ് ഓഫീസ് ടു ഗീവ് ഗൈഡൻസ് ആൻഡ് പ്രോപ്പർ ഹെൽപ്പ് ടു ദ ആപ്ലിക്കൻസ്. റൈറ്റ് ടു സർവീസ് ആക്ട് പ്രകാരം എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ആവശ്യമായ ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിച്ചിട്ടുണ്ട്. ഡ്യൂ ടു ദ കണ്ടിന്യൂഡ് ഇൻ്റർവെൻഷൻസ് ഓഫ് ദ സിവിൽ സൊസൈറ്റി, ദ ഗവൺമെൻറ് ഹാവ് ആൾസോ ടേക്കൺ സം അതർ സ്റ്റെപ്സ് ടു മേക്ക് അഡ്മിനിസ്ട്രേഷൻ മോർ എഫിഷ്യൻറ്റ്. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി അതിനെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. നമുക്ക് നോക്കാം. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻസ് അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവൽ. ഭരണതലത്തിലും, അതായത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയ ലോക്പാൽ, ലോകായുക്ത തുടങ്ങിയ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ടഡ് നിർമ്മിച്ചിരിക്കുന്നത് ടു പ്രിവെൻറ്റ് കറപ്ഷൻസ് അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണതലത്തിലും, കൂടാതെ ബ്യൂറോക്രാറ്റിക് ഉദ്യോഗസ്ഥ തലത്തിലും, ആൻഡ് പൊളിറ്റിക്കൽ ലെവൽ രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനു വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളതാണ് ലോക്പാലും ലോകായുക്ത തുടങ്ങിയ സ്ഥാപനങ്ങൾ. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻസ് അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവൽസ് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ നാഷണൽ ലെവൽ ടു പ്രിവെൻറ്റ് കറപ്ഷൻസ് ഈസ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പോൾ ലോക്പാലും ലോകായുക്തയും എഴുതുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. നാഷണൽ ലെവൽ, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ നാഷണൽ ലെവൽ ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഈസ് ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ ഹാസ് ദ പവർ ടു രജിസ്റ്റർ കേസസ് ഓൺ issues of corruption against employee and public workers and can suggest necessary actions. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ആർക്ക് അധികാരമുണ്ട്? ലോക്പാലിന് അധികാരമുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? The institutions constituted at the national level to prevent corruption is ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ ഹാസ് ദ പവർ ടു രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ എഗൻസ്റ്റ് ദി എംപ്ലോയി ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ആൻഡ് ക്യാൻ സജസ്റ്റ് നെസസറി ആക്ഷൻസ്.
പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിൽ നോട്ട് ചെയ്യുക വാട്ട് ഈസ് ലോക്പാൽ. പിന്നെ പറയുന്നത് എന്താണ്, ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് കിട്ടും. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ലോക്പാൽ. സൈഡിൽ നോട്ട് ചെയ്യുക വാട്ട് ഈസ് ലോക്പാൽ, വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ലോക്പാൽ. ഇത് ഇത്രയുമാണ് ലോക്പാലിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ലോകായുക്ത. ലോകായുക്ത ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ടു ഹിയർ ദ കറപ്ഷൻ കേസസ്. നമ്മൾ ലോക്പാൽ പറഞ്ഞത് ദേശീയ തലത്തിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ ലോക്പാലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ലോകായുക്തയും. ലോകായുക്ത ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ടു ഹിയർ ദ കറപ്ഷൻ കേസസ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോകായുക്ത. ബോത്ത് ഓഫ് ദം ഫോളോ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്. ഈ ലോകായുക്തയും ലോക്പാലും ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കോടതി നടപടികളുടെ രീതിയാണ് ഇവർക്ക് രണ്ടിനും ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവൽ രൂപം കൊണ്ടതാണ്. അതുപോലെ തന്നെ ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോകായുക്ത. ഇനി അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇവിടെയും നമുക്കൊരു നോട്ടീസ് ബോർഡ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഓഫീസിൻ്റെ സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നെങ്കിൽ താഴെ പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക എന്ന് ടോൾ ഫ്രീ നമ്പറുകളും അതുപോലെ കുറച്ച് അഡ്രസ്സും എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് പരാതിപ്പെടാനുള്ള അഡ്രസ്സും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. ഒബ്സർവ് ദ ബോർഡ് ഗിവൺ ബിലോ. യു ക്യാൻ സീ സച്ച് ബോർഡ്സ് ഇൻ ആൾ ഗവൺമെൻറ് ഓഫീസസ്. ആ ബോർഡ് നോക്കുക. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡ്, നോട്ടീസ് ബോർഡ് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് യു ഷുഡ് ഡു ഇഫ് യു ഫൈൻഡ് കറപ്ഷൻ. എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒബ്സർവ് ദ ബോർഡ് ഗിവൺ ബിലോ. യു ക്യാൻ സെർച്ച് ദ ബോർഡ്സ് ഇൻ ആൾ ഗവൺമെൻറ് ഓഫീസസ്. ഇറ്റ് സ്റ്റേറ്റ്സ് വാട്ട് യു ഷുഡ് ഡു ഇഫ് യു ഫൈൻഡ് കറപ്ഷൻ. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവയെ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആൻസറിലേക്ക് വരികയാണ്. The Central Vigilance Commission is the institution constituted at the national level to prevent corruption. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. The Central Vigilance Commission is the institution constituted at the national level to prevent corruption. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. It came into effect in 1964. ഇത് എന്നാണ് നിലവിൽ വന്നത്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസ്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഭാഗം എഴുതുക. അതായത് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ നാഷണൽ ലെവൽ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ 1964. ഇത് നിലവിൽ വന്നത് 1964. ഇറ്റ് ഈസ് ഫോംഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. The Central Vigilance Commissioner is the head of the Central Vigilance Commission. ഇവിടെ പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഈസ് ദ ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. ഇൻ എവരി ഡിപ്പാർട്ട്മെൻറ്റ് ദർ വിൽ ബി എ ചീഫ് വിജിലൻസ് ഓഫീസർ. അതുപോലെ എന്താണ്, എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു.
The duty of the commission is to inquire into vigilance cases and take necessary action. ഇതിൻ്റെ ചുമതല എന്താണ്? ഡ്യൂട്ടി എന്താണ് പറയുന്നത്? വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതല. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതാനുള്ളത്. The duty of the commission is to inquire into vigilance cases and take necessary actions. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. അടുത്ത നോക്കാം. Based on the model of the Central Vigilance Commission, State Vigilance Commission have been constituted at state level. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ മോഡൽ ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ദ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ എൻക്വയർസ് ഇൻടു കറപ്ഷൻ ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. നേരത്തെ നമ്മൾ പഠിച്ചത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ മോഡൽ ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. The State Vigilance Commission engaged into corruption in the state government offices. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. വിജിലൻസ് കോർട്സ് ആർ ആൾസോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ട്രാക്ക് വിജിലൻസ് കേസസ്. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ട് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചും എന്തൊക്കെയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചും പറഞ്ഞു. കൂടാതെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് ശേഷം പഠിച്ചത് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനാണ്. അതുപോലെ തന്നെ അവരുടെ ചുമതല എന്താണെന്നുമാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. ഓംബുഡ്സ്മാൻ. എന്താണ് ഓംബുഡ്സ്മാൻ നോക്കാം. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ് അഗൻസ്റ്റ് ദെയർ കറപ്ഷൻ, നെപ്പോട്ടിസം or financial misappropriation or negligence of duties. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാൻ കഴിയും. കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ്. നമുക്ക് പരാതി കൊടുക്കാൻ കഴിയും. എന്തിനെല്ലാം എതിരായിട്ട്? എഗൻസ്റ്റ് ദെയർ കറപ്ഷൻ, അവരുടെ അഴിമതികൾക്കെതിരായും. നെപ്പോട്ടിസം, കൂടാതെ എന്താണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത് സ്വജനപക്ഷപാതം എന്നാണ് പറയുന്നത്. നെപ്പോട്ടിസം മീൻസ് സ്വജനപക്ഷപാതം. അപ്പോൾ നെപ്പോട്ടിസം, കൂടാതെ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ധനദുർവിനിയോഗം. അതായത് ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ മീൻസ് ധനത്തെ ദുർവിനിയോഗം ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഓർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്, ചുമതലകളിൽ വീഴ്ചകൾ വരുത്തുക. നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്, ചുമതലകളിൽ വീഴ്ചകൾ വരുത്തുന്നതിനെയാണ് നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരാതിപ്പെടാൻ കഴിയും. അപ്പോൾ കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ് അഗൻസ്റ്റ് ദെയർ കറപ്ഷൻ, നെപ്പോട്ടിസം ഓർ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ഓർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ ഒക്കെ വരുത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് പരാതി നൽകാൻ കഴിയും. ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ്. അതിനുവേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. നമുക്ക് നോക്കാം, ഒന്നും കൂടി പറയാം. ഓംബുഡ്സ്മാൻ. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ് അഗൻസ്റ്റ് ദെയർ കറപ്ഷൻ. അവരുടെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എന്തെങ്കിലും അഴിമതിയോ അതുപോലെ തന്നെ ദുർവിനിയോഗമോ കൂടാതെ സ്വജനപക്ഷപാതമോ ചുമതലകളിൽ വീഴ്ചയോ ഒക്കെ വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാൻ കഴിയും.
ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓംബുഡ്സ്മാൻ. എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഓംബുഡ്സ്മാൻ. ഇവിടെ എന്താണ് പറയുന്നത്? അതിനുവേണ്ടി സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട്, ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജിയെയാണ് ഇവിടെ എന്തായി ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. പീപ്പിൾ ക്യാൻ ഡയറക്റ്റ്ലി അപ്രോച്ച് ദ ഓംബുഡ്സ്മാൻ വിത്ത് കംപ്ലയിൻറ്റ്സ്. എന്ത് ചെയ്യാൻ കഴിയും? ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. കൂടാതെ ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാൻ കഴിയും. പീപ്പിൾ ക്യാൻ ഡയറക്റ്റ്ലി അപ്രോച്ച്, അവർക്ക് നേരിട്ട് ഓംബുഡ്സ്മാനെ പരാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി സമീപിക്കാൻ കഴിയും. ഓൺ റിസീവിംഗ് കംപ്ലയിൻറ്റ്സ് ദ ഓംബുഡ്സ്മാൻ ഹാസ് ദ പവർ ടു സമ്മോൺ എനിവൺ ആൻഡ് ക്യാൻ ഓർഡർ എൻക്വയറി ആൻഡ് റെക്കമെൻഡഡ് ആക്ഷൻസ്. ഇങ്ങനെ ഓംബുഡ്സ്മാന് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. ഓൺ റിസീവിംഗ് കംപ്ലയിൻറ്റ്സ് ദ ഓംബുഡ്സ്മാൻ ഹാസ് ദ പവർ ടു സമ്മോൺ എനിവൺ ആൻഡ് ക്യാൻ ഓർഡർ എൻക്വയറി ആൻഡ് റെക്കമെൻഡ് ആക്ഷൻസ്. Ombudsman has its beginning in banking sector to hear the complaints of clients and rectify them. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനും ഒക്കെ ആയിട്ടാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഓംബുഡ്സ്മാൻ ഹാസ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ബാങ്കിങ് സെക്ടർ ടു ഹിയർ ദ കംപ്ലയിൻറ്റ്സ് ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് റെക്ടിഫൈ ദം. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനും ഒക്കെ ആയിട്ടാണ് ഓംബുഡ്സ്മാൻ ആദ്യം ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ ഓംബുഡ്സ്മാനെ കുറിച്ച് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷൻ വരാം. ഡിലേയ്ഡ് സർവീസ്, ഡിനിയൽ ഓഫ് റൈറ്റ് ടു സർവീസ് ഓർ മേക്കിംഗ് സർവീസ് ആസ് ഫേവർ ഈസ് കൺസിഡേർഡ് ആസ് കറപ്ഷൻ ഇൻ മോഡേൺ സൊസൈറ്റി. സേവനങ്ങൾ വൈകി നൽകുന്നതും, ഡിലേയ്ഡ് സർവീസ് സേവനങ്ങൾ താമസിച്ച് നൽകുന്നതും, ഡിനിയൽ ഓഫ് റൈറ്റ് ടു സർവീസ് കൂടാതെ എന്താണ് സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും, ഓർ മേക്കിംഗ് സർവീസ് ആസ് ഫേവർ ഈസ് കൺസിഡേർഡ് ആസ് കറപ്ഷൻ ഇൻ മോഡേൺ സൊസൈറ്റി. സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഡിലേയ്ഡ് സർവീസ്, ഡെനിയൽ ഓഫ് റൈറ്റ് ടു സർവീസ് ഓർ മേക്കിംഗ് സർവീസ് ആസ് ഫേവർ ഈസ് കൺസിഡേർഡ് ആസ് കറപ്ഷൻ ഇൻ മോഡേൺ സൊസൈറ്റി. സേവനങ്ങൾ വൈകി നൽകുന്നതും കൂടാതെ ഡെനിയൽ ഓഫ് റൈറ്റ് ടു സർവീസ് സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും, ഓർ മേക്കിംഗ് സർവീസ് ആസ് ഫേവർ ഈസ് കൺസിഡേർഡ് ആസ് കറപ്ഷൻ ഇൻ മോഡേൺ സൊസൈറ്റി കൂടാതെ സേവനത്തെ ഔദാര്യമാക്കുന്നതും, ഫേവർ മീൻസ് ഔദാര്യമാക്കുക, മേക്കിംഗ് സർവീസ് ആസ് ഫേവർ സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. Our public administration tries to implement the outlook that government service is not a favor but right of the people. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ സേവനങ്ങൾ, സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സേവനങ്ങൾ എന്താണ്? ഔദാര്യമൊന്നും അല്ല. അപ്പോൾ സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള 3rd ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ ഫസ്റ്റ് വരുന്നത് ഭരണ നവീകരണത്തിൽ ഫസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നത് ഈ ഗവേണൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് റൈറ്റ് ടു ഇൻഫർമേഷൻ, കൂടാതെ അതിൻ്റെ അണ്ടറിൽ ഇൻഫർമേഷൻ ആക്ട് പറഞ്ഞു, പിന്നെ റൈറ്റ് ടു സർവീസ്. ഇത് കൂടാതെ പിന്നെ ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങളായിരുന്നു ലോക്പാൽ ആൻഡ് ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്റർ പഠിപ്പിച്ചത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിച്ചതിന് ശേഷം എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.